ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആപ് സബ്കോ നയ വീഡിയോ മേ സ്വാഗത് ഹെ. ഇപ്പൊ ഞാനുള്ളത് ജപ്പാനിലാണ്. ജപ്പാനിലെ ടോക്കിയോയിലെ നരീറ്റ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. अभी मैं जापान में है. जापान में टोक्यो में नरीटा एयरपोर्ट में एयरपोर्ट का 2 नंबर ടെർമിനൽ में है. ഇപ്പോൾ 2 നമ്പർ ടെർമിനൽ രാവിലെ 6:30 കേട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഐസാണ്. പക്ഷെ ഇവിടെ ഐസില്ല. സിറ്റിയിലൊക്കെ ഐസാണെന്നാണ് പറയുന്നത്, ഗ്രാമപ്രദേശങ്ങളിലെല്ലാം. എന്തായാലും എയർപോർട്ടിന്റെ ഭാഗത്ത് ഐസൊന്നും കണ്ടില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ട്. ഇधർ ज्यादा ठंडी भी है, एकदम हवा भी लग रहा है. हमारा बस आया, ड्राइवर लगेज रख दिया हूँ. हम अभी होटल के लिए निकल रहा हूँ. നമ്മുടെ ഹൈവേ വഴി വന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഇനിയിപ്പോ യൂട്ടേൺ അടിച്ചാലേ എല്ലാ യൂട്ടേണിലെ എക്സിറ്റ് കൂടിയേ ലെഫ്റ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോവാണ്. നമ്മുടെ ഇന്ത്യയിൽ അതേ ഡ്രൈവിംഗ് ആണ് കേട്ടോ. इधर का ड्राइविंग भी इंडिया का वही स्टाइल है, आपको दिख रहा है ना. ये हम लोग आए तो वो भी मित्सुबिशी गाड़ी है. मित्सुबिशी का बड़ा बस है. ये ऐसा वाला बस तो मैंने नहीं देखा कभी. होटल पहुंचने वाले हैं. देखेंगे क्या है होटल का हालत. हाँ, ये तो नीचे ടോൾ ഗേറ്റ് മെയിൻ ഹൈവേ പോയിന്റ് ഗയാണ്. നീച്ചെ ടോൾ ഗേറ്റ്. ഈ താഴെ കാണുന്നത് ടോൾ ഗേറ്റ് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് സംവിധാനമാണ് എല്ലാം. ടോൾ ഗേറ്റ് ഒക്കെ ഒരു വണ്ടി നിർത്തേണ്ട, അവിടെ പിരിക്കാനൊന്നും ആരുമില്ല. വരിക, പോവുക, ഫാസ്ടാഗ് അതുപോലുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. താഴെ കാണുന്നത് മെയിൻ ഹൈവേ ആണ്. എന്തായാലും നമ്മൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു കേട്ടോ. ഈ കാണുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ്. എന്നിട്ട് ഒരു അടിപൊളി ഹോട്ടലാണ്. തന്നെ നമ്മുടെ റൂം എന്താണ് അവസ്ഥയെന്നോ നമുക്ക് ഏത് റൂമാണ് തന്നിരിക്കുന്നതെന്നോ ഒന്നും അറിയില്ലല്ലോ. ഈ ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നതിനും വരുന്നതിനുള്ള ബസ്സുകളാണ് എല്ലാം കേട്ടോ. കണ്ടില്ലേ, ഇസുസു, മിത്സുബിഷി, ടൊയോട്ട, എല്ലാ ബസ്സുകളും ഉണ്ട്. ഇതിന്റെ തൊട്ടടുത്തുള്ളത് ഹിൽട്ടൺ ഹോട്ടലാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരാം. എന്തായാലും ഞങ്ങൾ കുറെ നേരമായിട്ട് ഹോട്ടലിന്റെ റിസപ്ഷനിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് വെളിയിലേക്ക് ഇറങ്ങിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. തണുപ്പ് പേടിച്ചാണ് ഇറങ്ങാതിരുന്നത്. ഇപ്പോൾ ഒരു സമയം 9:30 മണിയോളം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് 4ാമത്തെ നിലയിലാണ് റൂം കിട്ടിയ കേട്ടോ. 4th फ्लोर में रूम मिला है. ये रूम से बाहर का सीनरी है. സൂപ്പർ है ना. അടിപൊളിയല്ലേ. ഇനി നമുക്ക് റൂം കാണാം. ഇടനാഴിയൊക്കെ അടിപൊളി. 2 സൈഡിലെ റൂമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എയർ ഹോസ്റ്റസ്, പൈലറ്റ്സ് അങ്ങനെയുള്ളവരാണ് താമസിക്കുന്നത് കേട്ടോ. അവരൊക്കെ രാവിലെ വെക്കേറ്റ് ചെയ്തു. അപ്പോൾ ഒന്ന് റൂം ക്ലീൻ ചെയ്തിട്ടാണ് റൂം തരാന്ന് പറഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ റൂം. 475. ഈ റൂമാണ് കേട്ടോ. നമുക്ക് റൂമിന്റെ കാഴ്ചകളൊക്കെ കാണാം. എല്ലാം കാർഡ് സിസ്റ്റം ഉണ്ട് കേട്ടോ. കാർഡ് സ്വാപ്പ് ചെയ്യുക, അകത്തേക്ക് കയറുക. റൂം അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, സൂപ്പറാണ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. എല്ലാ ഫെസിലിറ്റിയും A to Z. ചെരുപ്പ്, ഡ്രസ്സ്, അകത്ത് ഉപയോഗിക്കേണ്ട ഡ്രസ്സ്, അത് ഇത് ചപ്പ് ചവറ്, എന്തിന്റെ കുറവെന്ന് ചോദിച്ചാൽ മതി, എല്ലാം അവൈലബിൾ ആണ്. अंदर पूरा अवेलेबल है. नाइट को पहनने के लिए ड्रेस, ये वगैरह सब कुछ. जो नहीं है पूछो मत, सब कुछ है. ഇതാണ് വെളിയിലത്തെ സീനറി. അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. आप सबको ये वीडियो अच्छा लगा तो सब्सक्राइब करना, लाइक करना, शेयर करना. ഇപ്പോ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ടോക്കിയോ സിറ്റിയിലേക്കാണ്. രാവിലെ ഏതാണ്ട് 9:30-10 മണിയോടെ അടുത്തിട്ടുണ്ട്. നേരെ കുറച്ചിതായിട്ടേ പോകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. അത് കാരണം രാവിലെ യാത്ര തിരിച്ചില്ല കേട്ടോ. ഞങ്ങളിവിടെ എയർപോർട്ടിന്റെ ടെർമിനൽ 1 വന്നു. അവിടെ നിന്ന് ബസ്സും ട്രെയിനും ഉള്ളൂ ടോക്കിയോ സിറ്റിയിലേക്ക് പോകാൻ. ബസ്സിനും ട്രെയിനിനും ഒരേ ഫെയർ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $20 ഇവിടുന്ന് ടോക്കിയോ സിറ്റിയിലേക്ക് പോകാൻ ബസ്സും ട്രെയിനും. ഞങ്ങൾ എന്തായാലും ഇപ്രാവശ്യം ബസ് ചൂസ് ചെയ്തു. ബസ്സിനാകുമ്പോൾ കുറച്ച് കൂടുതൽ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചാണ് ബസ് ചൂസ് ചെയ്തത്. ഇവിടുന്ന് ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റ് എടുക്കും ടോക്കിയോ സിറ്റിയിലെത്താൻ. हम लोग सुबह में
टोक्यो जाने के लिए कोशिश कर रहा है। अभी वही रास्ते में है। इधर से ट्रेन भी है, बस भी है। 1 घंटा 10 मिनट लेगा टोक्यो सिटी के लिए। उसके लिए $20 पेमेंट करना पड़ेगा, 1300 येन। जो भी है, हम लोग को पहले उधर जाके नाश्ता करेगा। क्यों मालूम, नाश्ता कुछ नहीं किया है, होटल से भी खाना नहीं हुआ है। अभी रोड रोड का दोनों साइड दिख रहा है ना, तो इतना ऊंचा से दीवार बनाया हुआ है दोनों साइड में। अभी लोकल ट्रक किधर है पता ही नहीं, लोकल ट्रक नहीं दिख रहा है। पूरा हाईवे ही दिख रहा है। पूरा हाईवे में तो टोल है। हम लोग ने दो दो टोल ऑलरेडी करके आया है। लेकिन पेमेंट पूरा ऑटोमेटिक है लगता है। पूरा ऐसी गाड़ी आते ऑटोमेटिक खुल गया। ഇവിടെ ലോക്കൽ ട്രാക്ക് ഒന്നും കാണുന്നില്ല. രണ്ട് സൈഡിലും നല്ല പൊക്കത്തിൽ മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ ദൂരെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ എക്സിറ്റുകൾ മാത്രം കാണാം. എക്സിറ്റ് ഇങ്ങനെ ഉണ്ട്. എക്സിറ്റ് കൂടി ദേ അടുത്തൊരു എക്സിറ്റ് കൂടി ഒരു വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ലോക്കൽ ട്രാക്ക് കാണുന്നേ ഇല്ല. അതെന്തെന്ന് അറിയില്ല. ലോക്കൽ ട്രാക്ക് എവിടെ കൂടെ ആണെന്ന് ഒരു പിടിയും കിട്ടുന്നതുമില്ല. ബസ് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏതാണ്ട് നമ്മള് ടോക്കിയോ സിറ്റിയോട് അടുത്തിരിക്കുകയാണ്. अभी हम लोग ऑलमोस्ट टोक्यो सिटी पहुंचने वाला है. देखो एग्जिट पूरा रेड कलर में रोड बनी हुआ है. ഇവിടെ എക്സിറ്റ് ഒക്കെ റോഡ് ഉണ്ടാക്കിയിരിക്കുന്ന റെഡ് കളറിലാണ് കേട്ടോ. ടേണിങ്ങുകളൊക്കെ നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിലും ഫുള്ള് മതിലാ കെട്ടിയിരിക്കുന്നത്. എന്താണ് ഇത്? ഇതൊരു മതിൽ കെട്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുടുകല്ലും മതി ഇതൊന്നും കൊണ്ടിട്ടില്ല മതിൽ കെട്ടിയിരിക്കുന്നത്. എന്തോ ഒരു അലൂമിനിയം പോലത്തെ ഒരു ലോഹം കൊണ്ട് മതില് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. രണ്ട് സൈഡിലും ഉണ്ട്. വണ്ടികൾ ഇവിടേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്തിനാണെന്ന് ഒരു പിടുത്തമില്ല. അത് പുറമേയുള്ള കാഴ്ചകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. ഞാൻ മുമ്പിൽ വന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്കും നമ്മളെ ഡ്രൈവർക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞ് ബാക്കിൽ പോയിരിക്കാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. अभी हम लोग ടോക്കിയോ സിറ്റി ആയ हुआ है. ഇപ്പൊ ഞങ്ങള് ടോക്കിയോ സിറ്റിയിലെത്തി കേട്ടോ. ഇവിടെ മെയിൻ സ്റ്റേഷനിലാണ് എത്തിയത് ടോക്കിയോന്റെ. എന്തായാലും രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കാം. രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. അവിടുന്ന് ഇവിടേക്ക് എത്തി ഏതാണ്ട് 11:30 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എന്തായാലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ഷൂഷി എന്തായാലും നമ്മൾ ട്രൈ ചെയ്യാന്ന് വെച്ചു. ജപ്പാന്റെ സ്പെഷ്യൽ ആണല്ലോ ഷൂഷി. അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഷോപ്പ് തിരക്കി അടക്കാണ്. ഇത് ടോക്കിയോ മെയിൻ സ്റ്റേഷൻ ആണ്. ഇവിടെ നിന്നാണ് ബുള്ളറ്റ് ട്രെയിനും അതും ഇതൊക്കെ പോകുന്നത് പല വശങ്ങളിലേക്ക്. ये टोक्यो मेन स्टेशन है. इधर से बुलेट ट्रेन वगैरह जाता है. हिरोशिमा वगैरह जाता है ट्रेन. अभी हम लोग ट्राई नहीं किया अभी तक बुलेट ट्रेन. हम भी करेंगे. वो अंदर जाके देखेंगे क्या हाल है റെയിൽവേ സ്റ്റേഷനിൽ. അകത്ത് പോയിട്ട് നോക്കാൻ റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ എന്താണെന്നൊന്ന് കാണാലോ. ഇവിടുത്തെ അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. ഇത് റെയിൽവേ സ്റ്റേഷനാണോ അത് എയർപോർട്ട് ആണോ എന്നറിയില്ല. അത്രയ്ക്ക് അടിപൊളി. അതോ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്, സ്റ്റുഡൻസ് കേട്ടോ. इसके अंदर मॉल भी है. ये ये मॉल के बिल्डिंग 3 फ्लोर है. एक फ्लोर नीचे है, एक फ्लोर मिडिल में और एक ही फ्लोर ऊपर है. 3 फ्लोर है. हम लोग इधर देख रहा हूँ कुछ खाने के लिए. इधर जापान में फेमस सुशी है. हम सुशी टेस्ट करेंगे. वो भी आपको बताएंगे कैसा टेस्ट है सुशी का. നമ്മളപ്പോ ഇവരുടെ ആദ്യത്തെ ഒരു ഷോപ്പിൽ പോയി സുഷിക്ക് വേണ്ടി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്നും കൊണ്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല അവിടെ ബിയറും ഇത് മാത്രമേ ഉള്ളൂ. അതുമല്ല ഇപ്പോഴും ജപ്പാനിലൊക്കെ കൊറോണയുടെ पीपल अलाउड है उसके अंदर. इसलिए तो हम लोग इनका दूसरा शॉप में गया था सुशी का. उस शॉप में इतना जगह नहीं था, इसलिए लोग हमारे को इधर भेज दिया है. देखो ये एक रेलवे ट्रैक जैसा है. पूरा हम लोग ऑर्डर करेंगे तो हमारे टेबल पे वो फूड आएगा. देखो हमारे टेबल पे है टैब रखा हुआ है, उसी में हम ऑर्डर कर सकता है जो चाहिए वो. और पानी का टैप उधर ही है. पानी आपको मांगता तो भर सकता है उसमें से. ഇവിടെ കണ്ടില്ലേ, ആ ഇടത് സൈഡിലായിട്ട് വെള്ളത്തിന്റെ പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുടിവെള്ളം അവിടെ നിന്ന് എടുക്കാം.
അതുപോലെ എല്ലാ ടേബിളിലും ഇങ്ങനെ ടാബ് വെച്ചിട്ടുണ്ട്. ആ ടാബിൽ കൂടി നമുക്ക് ഓർഡർ ചെയ്യാം. എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോ പ്രൗൺസ് ഓർഡർ ചെയ്തപ്പം പ്രൗൺസ് ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങളൊരു സാൽമൺ വാങ്ങിച്ചു. അത് കഴിഞ്ഞൊരു ടൂണ വാങ്ങി. പിന്നെ എഗ്ഗ്. അത് പക്ഷെ നമുക്ക് അത്രത്തോളം കഴിക്കാനില്ല. ഇതാണ് വാബി എന്ന് പറയുന്ന സുഷിയുടെ. കണ്ടില്ലേ, ഗ്രീൻ കളറിലാണ് ഇത്. എന്തൊക്കെയോ മസാല ചേർത്തിട്ട്, അതായത് എനിക്ക് ഫീൽ ചെയ്തത് അതിനകത്ത് ജിഞ്ചർ, വെളുത്തുള്ളി, അങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൽ ഫീൽ ചെയ്തത്. ഇതാണ് ഇത് സാലമൺ സുഷി. ഇത് ഒറ്റയടിക്ക് കഴിക്കണം കേട്ടോ. वो एक साथ में खाना है, एक ही मर्तबा मुंह पे डालो, खा लो। बस खा के हमने देखा भाई, हमारे को बहुत ये हो गया। ये नाक से, मुंह से और मुंह से और दिमाग से क्या निकल गया समझ में नहीं आ रहा। उसमें जिंजर और मिर्ची, गार्लिक, ये सब उसकी सारे का गैस तरह अंदर दिमाग में लग गया। तो बहुत ये है। और ये मच्छी सब कुकिंग नहीं करता है, बस ऐसी थोड़ा सा गर्म पानी में डाल के कच्चा कच्चा है। और ये हमारे को बना के दिखा रहा है। ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഷൂഷി ഉണ്ടാക്കുന്നത് ഇത് ഓൾമോസ്റ്റ് പച്ച മീനാണ് കേട്ടോ. എല്ലാം പച്ചക്കാണ്. ചെറുതായിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം. ഇത് ഒറ്റ ഇതിന് വാക്കകത്തൊക്കെ വെച്ച് നമ്മൾ കഴിക്കണം. ഇത് ഞാൻ ആ വാഹബി എന്നുള്ള സാധനം കഴിച്ചിട്ട് തലയിൽ കൂടെയൊക്കെ ഇങ്ങനെ പുകഞ്ഞു പോയി. അതായത് മൂക്കിലും തലയിലും കൂടെയൊക്കെ ഇങ്ങനെ എന്തോ കേറുന്ന പോലെ വല്ലാത്തൊരു ഗ്യാസ് അതിനകത്തുനിന്ന്. അതായത് ജിഞ്ചറിന്റെയും ഗാർലിക്കിന്റെയും ഒക്കെ ഒരു മിശ്രിതമാണ് അതിനകത്ത് ഇടുന്നത്. അതിങ്ങനെ തലയിൽ വലിഞ്ഞു കയറിയിട്ട് ഒരു 5 മിനിറ്റ് എടുക്കും അത് നമ്മൾ തലയിൽ നിന്ന് പോകാൻ വേണ്ടിട്ട് കേട്ടോ. ഇപ്പൊ ജപ്പാന്റെ ചാമ്പ്യൻ ആണ് കേട്ടോ, ഷൂഷി മേക്കർ. ജപ്പാൻ ചാമ്പ്യൻ ആണ്. ये आदमी जापान का चैंपियन है, सुशी में सुशी बनाने वाला चैंपियन है। ഇവിടെ നിന്ന് ടാക്സിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു ടാക്സിക്കാരനടുത്ത് ചോദിച്ചപ്പോൾ അവൻ പോകില്ല എന്ന് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ ടാക്സിക്കാരനടുത്ത് ചിക്കു ഇങ്ങനെ എഴുതിയൊക്കെ കാണിക്കാൻ. ഇവിടെയും ഭാഷ അറിയുന്ന കാര്യം വലിയ പ്രശ്നമാണ്. എന്തായാലും അവൻ ഓക്കെ ആയി. 2000 yen പറഞ്ഞു ഇവിടെ നിന്ന് അവിടേക്ക് പോകുന്നതിന്. 20 മിനിറ്റ് കണ്ട യാത്രയുള്ളൂ. എന്നായാലും നമ്മൾ പോവാൻ തീരുമാനിച്ചു. 2000 yen എന്ന് പറയുമ്പോൾ 2000 രൂപ, ഇന്ത്യയിലെ 2000 രൂപ തന്നെ, അറൗണ്ട് ഒരു $25 വരും. ഇതാണ് നമ്മളെ ടാക്സി ഡ്രൈവർ. കണ്ടില്ലേ, സൂട്ടൊക്കെ ഇട്ട് ടൈ ഒക്കെ കിട്ടി അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അടിപൊളി ടാക്സിയാണ്. ടൊയോട്ടയുടെ പുതിയ വണ്ടിയാണ്. ഇത് ടാക്സി ഉണ്ടല്ലേ, ഒരു പ്രത്യേക ടൈപ്പാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി 500 yen ആയി മീറ്ററിൽ. അല്ലെ ഒന്നും ഇടുന്നില്ല, അനങ്ങാതെ ഇങ്ങനെ ഇരിക്കണം.
ഫ്യൂ സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. ദേ ഇങ്ങനെ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ടോക്കിയോ ടവറിന്റെ താഴത്തെത്തും കേട്ടോ. ദേ അടിപൊളിയായിട്ട് കാണുന്നില്ലേ നമ്മൾ ടോക്കിയോ ടവർ. ഇതിന്റെ മേളിലാണ് ഇനി നമുക്ക് കയറാനുള്ളത് കേട്ടോ. ഇവിടെ കയറിയിട്ട് ഈ ടോക്കിയോ സിറ്റി മൊത്തവും കാണാം. ഇത് ടോക്കിയോയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇത് 1958 നിർമ്മിച്ചത്. ഇതിനേക്കാളും വലിയൊരു ബിൽഡിംഗ് കൂടി ഇവിടെ ഉണ്ട്. ആ ബിൽഡിംഗ് ഇതിന്റെ മേളിൽ നിന്ന് കയറി നിന്നാൽ കാണാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. देखो इसका अंदर आ गया तो एक छोटा सा टावर बना के रखा हुआ है, उसमें लाइट जल रहा है. ये शाम में पूरा लाइट जलेगा. ओके, पूरा लाइट जलेगा, एकदम अच्छे से दिखेगा भैया. ഇതിപ്പോ നമ്മൾ വേറൊരു ഗേറ്റ് വഴിയാണ് അകത്തേക്ക് കയറിയത്. ഇത് ഇവിടെ മൊത്തത്തിൽ 4-5 ഗേറ്റ് ഉണ്ട്. ആളുകൾ ഇങ്ങനെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ. ഈ ഗേറ്റിൽ കൂടി നമ്മൾ കയറിയ ഗേറ്റിൽ കൂടെ അല്ല ആൾക്കാർ കയറിയത്, മറ്റുള്ള ഗേറ്റിൽ കൂടെയാണ് ആൾക്കാർ കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവാം. ഓക്കെ, ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന സമയം 3-നും 3:15-നും ഇടയിലാണ് എനിക്ക് മേളിലേക്ക് കയറാനുള്ളത് കേട്ടോ. अभी मेरे को टाइम दिया 3 बजे और 3:15 को ऊपर जा सकता हूँ. अभी मेरे पास बहुत टाइम है, इसलिए तो मैं थोड़ा घूम फिर के फिर आएंगे वो गेट पर. अभी मैंने ऊपर चढ़ा तो ऊपर का फ्लोर में उधर कुछ म्यूजिक चल रहा है. अभी लोग उधर बैठ के देख रहा है. इधर पियाना है, पियानो में कोई म्यूजिक लगा हुआ है. ഇവിടെ മേളത്തെ നിലയിൽ നമ്മൾ കയറി. ഇവിടെ കുറച്ചിങ്ങനെ റെസ്റ്റോറൻറ്റും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എന്തോ മ്യൂസിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പിയാനോയിൽ മ്യൂസിക് വായിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നടന്ന് സ്റ്റെപ്പ് കയറി ഇങ്ങോട്ടൊരു 3-4-5 ഫ്ലോർ കയറി മേളിലേക്ക് എത്തി. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് ഇതിന്റെ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ബിൽഡിങ്ങിൽ കൂടിയാണ് ഇത് മേളിലേക്ക് പോകുന്നത്. ഇതിന്റെ 4 സൈഡിൽ ഒരു സ്ട്രക്ചറാണ്. കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ? ഈ ബിൽഡിംഗ് ആണ്, ഇതുവഴിയാണ് മേളിലേക്ക് പോകേണ്ടത്. ये आप लोग देखा ना, इसी में से लिफ्ट में ऊपर चले जाता है. वो चारों तरफ ऐसा स्ट्रक्चर बनाया हुआ है. अभी मैं बाहर से आपको थोड़ा बहुत दिखाएगा, लेकिन मैं अभी चल के थोड़ा ऊपर आया है, ऑलमोस्ट 6-7 फ्लोर ऊपर. अभी उधर से मैंने आपको दिखा देगा. ഞാൻ അവിടേക്ക് പോയി ഇനി ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് എൻട്രിക്ക് നിൽക്കാം. ഇപ്പം ഞാൻ ഇതാ ഇവിടെ എത്തി. എൻ്റെ ടിക്കറ്റ് ഞാനിങ്ങനെ ഇതാ ഇവിടെ കൊടുക്കുകയാണ്. അവർ ടിക്കറ്റ് വാങ്ങിച്ചു. എൻ്റെ ടിക്കറ്റിൽ പഞ്ച് ചെയ്ത് തന്നു. എനിക്കിപ്പോൾ അകത്തേക്ക് പോവാം. ഞാൻ പക്ഷേ ലിഫ്റ്റിലല്ല പോകുന്നത്, ഞാൻ ബൈ വാക്കിംഗ് സ്റ്റെപ്സ് ആണ് പോകുന്നത് കേട്ടോ. मैं स्टेप्स में जा रहा हूँ अभी, वो लिफ्ट में नहीं जा रहा हूँ. बाहर से स्टेप्स है, उसी में जाएंगे. ओके, 600 स्टेप तक मैं चल के जाऊंगा, उसके बाद उधर से लिफ्ट में ये जा सकता हूँ. ओके, अभी मैं इधर से शुरू कर रहा हूँ. അങ്ങനെ 600 സ്റ്റെപ്സ് ഞാൻ കയറി കേട്ടോ. 600 സ്റ്റെപ്സ് ഞാൻ കയറി. എൻ്റെ ഊപ്പാട് വന്ന് ഒരു പരുവായി. मैं 600 स्टेप ऊपर चढ़ा है, एकदम थक गया हूँ. मैं पहली बार इतना स्टेप चल रहा है. ऊपर 150 मीटर है, ऊपर चढ़ना बहुत मुश्किल है. 150 मीटर आपको मालूम है कितना लंबा छोड़ा मांगता तो हम चल के जा सकता है, लेकिन ऊपर 150 मीटर और स्टेप चढ़ना बहुत मुश्किल है.
मैं एकदम थक गया हूँ. ഞാൻ ശരിക്കും തളർന്നു കേട്ടോ. ഊപ്പട് വന്നു. അതായത് ഞാൻ വെള്ളം കൂടി കൊണ്ടുവന്നില്ലായിരുന്നു. ആകെ ബുദ്ധിമുട്ടി. ആകെ മേളിലെത്തിയപ്പോഴത്തേക്കും വെള്ളവും ഇല്ല കുടിക്കാൻ. ആകെ ഇതായി. ഞാൻ ദാ ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഡക്ക് വ്യൂവിന്റെ ഫസ്റ്റ് ഡക്ക്. പിന്നെ ये पहले वाला डक अगर व्यू पॉइंट इधर से व्यू है. ये एकदम अच्छा व्यू है. और अभी ऑलमोस्ट 4 बजने लगा. अभी लगता है 1-1.5 घंटे में സൺസെറ്റ് ഹോഗ. ഒരു 4 മണിയോളം അടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു 5-5:30 മണിക്ക് ഇവിടെ സൺസെറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ സൺസെറ്റ് കണ്ടിട്ട് താഴേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒത്തിരി പേര് നിപ്പുണ്ട്. അവരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇടയിലെങ്ങും വ്യൂ ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേക്കും എല്ലാം ഗ്രില്ലടിച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ എങ്ങും നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഗ്രില്ലിൽ കൂടി ഇങ്ങനെ കാണിക്കാം. പക്ഷെ അതാണ് ഞാൻ സ്പീഡായിട്ട് അടിച്ചു വിട്ടത്. ഒത്തിരി സമയം എടുത്ത് മേളിലേക്ക് കയറാൻ. ആകെ തളർന്നു പോയി കേട്ടോ. വെള്ളം കൂടിയും കൊണ്ടുവന്നില്ല. ഭയങ്കര ഇതായി. पानी भी लेके नहीं आया था वो पीने के लिए. मैं कभी नहीं सोचा स्टेप में चढ़ के आएगा. लेकिन मैं ऐसा एक एडवेंचर किया. वही है. मैं सोचा इसी में पहुंच सकता है, लेकिन बहुत मुश्किल था ऊपर पहुंचना. എന്തായാലും ഞാൻ വിചാരിച്ചു വളരെ പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റുമെന്ന് വിചാരിച്ചാണ് വെള്ളമൊന്നും എടുക്കാവുന്നത്. ഞാൻ ലിഫ്റ്റിൽ വരാനാണ് വിചാരിച്ചിരുന്നത്. ഞാൻ ഒരിക്കലും സ്റ്റെപ്പിൽ നടന്നു വരാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. എന്തായാലും ഞാനൊരു ചലഞ്ച് ഏറ്റെടുത്തതാണ് മേളിലേക്ക് വരാൻ. എന്തായാലും മേളിൽ വന്നപ്പോഴത്തേക്കും റെഡിയായി. ഏതാണ്ട് 10-25 ദിവസമായിട്ട് എക്സസൈസ് ഒന്നും ഇല്ലായിരുന്നു. ഇത് ഓൾമോസ്റ്റ് അടിപൊളി എക്സസൈസ് ആയി മേളിലേക്ക് എത്തിയവ. എന്തായാലും ഊപ്പാട് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയായിട്ട് കാണാം. ഞാൻ ഇനി നിങ്ങൾക്ക് സൂം ചെയ്ത് ഓരോ സ്ഥലങ്ങളും കാണിച്ചു തരാം. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ കാണുക. ഇനി ഇവിടെ നിന്ന് കുറേ മേളിലേക്ക് പോകാനുണ്ട്. ഇത് അറൗണ്ട് 463 മീറ്റർ ആണ്. നമുക്ക് 463 ഒന്നും പോകാൻ പറ്റില്ല. അറൗണ്ട് എനിക്ക് തോന്നുന്നു 400 മീറ്റർ വരേക്കും നമുക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് ഉള്ള വ്യൂ കാണാം. अभी लिफ्ट में ही चढ़ सकता हूँ. ओके, स्टेप नहीं है. स्टेप है लेकिन हम लोगों का अलाउड नहीं है. अभी इधर डिजिटल वो सीनरी दिख रहा है, जो बाहर का जो वीडियो लोग रिकॉर्डिंग करके रखा होता है उसको दिखा रहा है. अभी इधर से एक लड़की हमको थोड़ा ये ടവർ के बारे में थोड़ा मालूमात दे देगा. ഇവിടെ നിന്ന് നമുക്കൊരു സ്ത്രീ വന്നിട്ടുണ്ട്. അവർ നമുക്ക് ഈ ടവറിനെ പറ്റിയിട്ട് ഒരു വിവരണം കൊടുക്കുന്നുണ്ട്. അത് പക്ഷേങ്കിലും ഇതാണ് കേട്ടോ, ജപ്പാനീസ് ഭാഷയിലാണ്. അതുകൊണ്ട് നമുക്ക് കേട്ടാലൊന്നും മനസ്സിലാവില്ല. 最後扉が閉まりますね。調べます。それではこちらのお部屋は突撃ツアーのために初めて公開するシークレットルームです。実はこのお部屋、東京タワーを作った偉人の書斎だったのです。それではご紹介いたします。まずこちらのお写真は設計を担当された内藤多中先生。そしてこちらは東京タワーの創設者、前田久吉です。1957年の春、東京タワーができる少し前、この二人の間でこのような会話が交わされました。内藤先生、わしゃ新聞屋から始めていろいろやってきたけれど、これからはテレビの時代や。そやけど今みな点でバラバラな動きをしとる。わしは全部まとめて、ごつい電波塔を立ったんや。相談に乗ってくれましたのかな。前田社長。いや、前久さん。難しいけど我々の技術をもってすれば不可能ではない。私はここ芝公園に災害にびくともしないと必ず作ります。ぜひやらせてください。ほな、早速リクエストや。自分で言うのもなんやが、わしは航空業界では少しばかり名の知れた男や。飛行機のためにも、昼も夜も目立つように頼ます。あと、高いところからの景色をみんなで大いに楽しみたいよってな。どーんと大きな展望台、つけてくれましたのかな。心得ました。完成した暁には、東京の、いや、日本の象徴として、世界中の注目を浴びるはずやで。
それに見合った気品や風格が必要でしょうね。はい。この先何年も人々に愛され続ける、この町の守り神を作りましょうや。というわけで東京タワーができたんですね。それではそろそろ次にご案内するお時間となりました。最後に先生方とご一緒にこのツアーの合言葉の V をお願いいたします。いきます。3、2、1。We are ありがとうございます。それでは本土の方の第一エレベーター進みください。Guys, ഇപ്പം നമ്മൾ കേട്ടത് ഒറിജിനൽ ശബ്ദമാണ്. അതായത് ഇതിന്റെ ഈ കാണുന്ന കണ്ണാടിയിട്ടിരിക്കുന്ന ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഇതിന്റെ ഫൗണ്ടർ. അയാളും ആ എഞ്ചിനീയറും തമ്മിൽ സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടത് ഈ ടവർ ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. 1958 ഈ ടവർ നിർമ്മിച്ചത്. ആ സമയത്ത് അവർ തമ്മിൽ സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. എനിക്കൊന്നും മനസ്സിലായില്ല. അവർ തീർത്തും ജപ്പാനീസ് ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തു തരാൻ ആരുമില്ലായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അത് ഇങ്ങനെ രണ്ട് ഫോട്ടോ കാണിക്കുന്നത് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് കേൾപ്പിച്ചത് ഒറിജിനലായിട്ട്. പിന്നെ ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും അറൗണ്ട് 10ഓളം ഫ്ലോർ മേളിലേക്ക് പോയിട്ട് അവിടെ ഒരു ഡക്കുണ്ട്. ആ ഡക്കിൽ നിന്ന് പിന്നെയും മേളിലേക്ക് പോകും കേട്ടോ. നമ്മൾ സൺസെറ്റിനുള്ള സമയം അടുത്ത് വരികയാണ്. अभी ऑलमोस्ट सनसेट का टाइम हो रहा है. अभी देखो कितना छोटा छोटा दिख रहा है बिल्डिंग. ये मैं जूम करके दिखाएंगे आपको थोड़ा थोड़ा. ये चारों तरफ मैं घुमा के आपको दिखा दूंगा. और एक टावर दिखता है. कौन सा? वो टोक्यो का सबसे बड़ा टावर, टोक्यो ट्री बोल के एक टावर दिखता है. वो टावर अभी मैं आपको दिखा देता हूँ इधर से, लेकिन 10-15 किलोमीटर आगे है. ഈ ടവർ ഈ കാണുന്നതാണ് ടോക്കിയോ ട്രീ ടവർ എന്ന് പറയുന്ന ടവർ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടവർ കേട്ടോ. അത് ഞാൻ സൂമാക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. അറൗണ്ട് 10 കിലോമീറ്ററോ 12 കിലോമീറ്ററോ ദൂരെയാണത് കേട്ടോ. നിങ്ങൾ താഴെയെല്ലാം കണ്ടില്ലേ? അടിപൊളിയാണ്. വളരെ ചെറുതായിട്ട് കാണുന്നുള്ളൂ. ഓൾമോസ്റ്റ് സൺസെറ്റിന്റെ സമയമായിട്ടുണ്ട് കേട്ടോ. സൂര്യന് ഓപ്പോസിറ്റായിട്ട് കാണിക്കാൻ പറ്റില്ല. കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും കാണാനും പറ്റില്ല. ये ऑलमोस्ट सनसेट का टाइम हो गया है. देखो ये पोर्ट है, टोक्यो का पोर्ट है, वो दिख रहा है. मैं और दिखा देता हूँ ये सब जूम करके. ये जो हाईवे दिख रहा है ना, वो हम लोग आया रोड है. वही रोड से हम लोग नरीटा से आया है. ये इसके ऊपर चढ़ने के लिए लड़कियां लोग बहुत डरता है, कोई नहीं चढ़ता है. वो लोग क्या क्यों डरता है मेरे को समझ में नहीं आ रहा. वो एकदम स्ट्रॉन्ग ग्लास है ना, कुछ कभी नहीं टूटता है. देखो इसके अंदर एक सुवेनियर शॉप है और हमने भी थोड़ा बहुत सुवेनियर लिया इधर से. अभी डक से नीचे उतरा हूँ. अभी इधर से सुवेनियर लिया. मैंने भी बहुत सारा सुवेनियर लिया दोस्त लोगों को बांटने के लिए, ऐसा वगैरह करके. मेरे बच्चे लोगों के लिए भी सुवेनियर लिया है. ഇതിനകത്ത് അടിപൊളി ഒരു സുവനിയർ ഷോപ്പ് ഉണ്ട്. എല്ലാം ഒറിജിനലി ജപ്പാനാണ്. അത് കാരണം ഞാനും തോന്നെ സാധനങ്ങൾ വാങ്ങി. അറൗണ്ട് 5000 റുപ്പീസിന്
സുവനീർ വാങ്ങിച്ച് എൻ്റെ ഫ്രണ്ടുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ആ, मैं 5,000 रुपए तक बोले तो 5,000 एन तक इधर से सुविनियर लिया है। क्यों मालूम, मेरे दोस्त लोगों को और बच्चे लोगों के लिए। अभी हम लोग आखिरी दिन है जापान में, इसलिए आज सुबह में हम ब्रेकफास्ट करके होटल से निकला है। थोड़ा लोकल टूर करेगा बोल के, लोकल टूर करने के बाद फिर वापस हम सिटी चले जाएंगे, उधर से थोड़ा बहुत परचेसिंग करेंगे, फिर खाना खा के वापस आ जाएंगे और कल सुबह हम उधर से निकलेंगे। ഇന്ന് ഞങ്ങളുടെ ജപ്പാനിലെ അവസാനത്തെ ദിവസമാണ്, 5-ാമത്തെ ദിവസം. ഞങ്ങളിങ്ങനെ ലോക്കൽ ടൂറൊക്കെ ഒന്ന് നടത്തിയിട്ട് ആ, ചെറിയതായിട്ട് സിറ്റിയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കുട്ടികൾക്കും എനിക്കും ഒക്കെ ആയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് ഇന്ന് റൂമിൽ വന്ന് റെസ്റ്റ് എടുത്ത് ആ, നാളെ രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. യാത്ര പുറപ്പെടുന്നത് സിംഗപ്പൂരിലേക്കാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ കാണുന്ന നിങ്ങൾ ലോക്കൽ ഏരിയ ആണ്. ഇതായി കണ്ടില്ല, ഇവിടെ ഇങ്ങനെ സൈക്കിൾ വെച്ചിരിക്കുന്ന നോക്കി, ഇവിടെ തൊട്ടടുത്ത് ഇവിടെ സ്കൂളുണ്ട്. അത് കാരണം സൈക്കിളിൽ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. इधर पूरा साइकिल लगा हुआ है, इस आस पास में स्कूल है, लग रहा है। देखो बच्चे लोग भी जा रहा है स्कूल का। इधर का घर सब देखो एकदम अच्छे से घर है। क्यों मालूम, में इधर earthquake होता है, उसका कवर करने के लिए ऐसा घर बनाया हुआ है। इतना बड़ा बड़ा बिल्डिंग नहीं है, और जो बिल्डिंग बड़ा बनाया हुआ है वो भी earthquake का हिसाब से बनाया हुआ है, वो फ्लेक्सिबल होगा, इसलिए तो बनाया हुआ है। आप लोगों को मालूम है जापान में ज्यादा earthquake होता है। इधर लोकल मार्केट का ये बाजार है। बाजार में हम आया है, थोड़ा अच्छा लग रहा है बाजार। अभी ये थोड़ा देखे, इधर कुछ लेगा तो मिलेगा तो ले लेगा, अगर नहीं मिला तो फिर हम सिटी जाना ही पड़ेगा। जो कुछ है हम अगर टोक्यो आज जाएंगे, टोक्यो जाके फिर उधर से परचेसिंग करेगा। എന്തായാലും ഞങ്ങള് വീണ്ടും ടോക്കിയോ സ്റ്റേഷനിൽ തന്നെ വന്നു. ടോക്കിയോയിലാകുമ്പോഴത്തേക്ക് ആ വലിയ ഷോപ്പിംഗ് സെന്റർ ഉണ്ടല്ലോ, അവിടെ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങാന്ന് പറഞ്ഞു വന്നു. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് ഇലക്ട്രോണിക്സിന്റെ ഏരിയയിലാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് മൊബൈലിന്റെ അക്സസറീസ് ഒക്കെ വാങ്ങേണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്നു. അമ്മ ഈ അക്സസറീസിന്റെ ഷോപ്പ് കണ്ട് ഞങ്ങൾ അമ്പരന്ന് പോയി. ഇവിടെ 9 നിലയാണ് ഒരു ബിൽഡിംഗ് കേട്ടോ. ഈ 9 നിലയിൽ ഓരോ നിലയിലും ഓരോ അക്സസറീസ് ആണ്. ഇവിടെ ഞങ്ങൾ കയറി, അവിടെ ഫോണിന്റെ അക്സസറി, അത് കഴിഞ്ഞിട്ട് ഇവിടെ TV, ക്യാമറ, ലാപ്ടോപ്പ്, ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകിച്ച് ഓരോരോ നിലകളാണ്. हम लोग टोक्यो सिटी में आया है वापस। उधर एक 9 डोर का बोले तो 9 फ्लोर का एक बिल्डिंग में हम लोग कुछ इलेक्ट्रॉनिक सामान लेने के लिए आया। एक एक आइटम के लिए एक फ्लोर है। बोले तो जैसा पहले हम लोग आया मोबाइल का एक्सेसरीज, वो एक फ्लोर पूरा है। दूसरा टीवी और प्रिंटर, उसके लिए अलग फ्लोर है। और फिर इधर कैमरा और ये लैपटॉप, उसके लिए अलग एक फ्लोर है। मैं अभी बोलना नहीं चाहता हूँ, देखो आप लोग ये देखिए, देखो अलग अलग फ्लोर, एक एक एक्सेसरी के लिए। ये पूरा एक्सेसरी शॉप है। मेमोरी कार्ड, लैपटॉप, प्रिंटर और कैलकुलेटर, पेन, ऐसा मत बोलो, जो भी है हर एक चीज के लिए अलग अलग फ्लोर है. എന്ന് വേണ്ട, എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം ഫ്ലോറാണ് കേട്ടോ. ഓരോന്നിനും പേന, പേപ്പർ, സ്റ്റേഷനറി, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ഫ്ലോർ. 9 ഫ്ലോറിലും 9 ഐറ്റംസ് ആണ്. 9 ഐറ്റംസ് എന്ന് പറയുമ്പോൾ അതിനോട് കൂടിയതാണ് എല്ലാ സാധനങ്ങളും.
നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ദേ ഇവിടെ ഇപ്പം ഞങ്ങളൊരു ഷോപ്പിൽ കയറി. അതിൽ ആ ഷോപ്പിൽ തന്നെ അതിന്റെ വേറൊരു ഫ്ലോറിലാണ് വാച്ചസ്. എല്ലാ വാച്ചുകളും ഉണ്ട് കേട്ടോ. കമ്പനിയുടെയും വാച്ചസ് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ജപ്പാൻ കമ്പനിയുടെയും വാച്ചസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജപ്പാനിൽ നിങ്ങൾ എന്ത് സാധനം ഇലക്ട്രോണിക്സ്, ഗോൾഡ്, വാച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ് നിങ്ങൾ ടാക്സ് കൊടുത്ത് വാങ്ങുന്നോ ആ ടാക്സ് ബില്ലും ആ സാധനവും യൂസ് ചെയ്യാതെ അത് നിങ്ങൾ പാക്കായിട്ട് നിങ്ങൾ എയർപോർട്ടിൽ കാണിച്ചാൽ അത്രയും ടാക്സ് നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യും കേട്ടോ. ആ ടാക്സ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 7 ദിവസം അവർ പറയും, അത്രയും ദിവസത്തിനുള്ളിൽ ആഡ് ചെയ്യും പൈസ. शुरू कर रहा हूं. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബസ്സിന് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളിവിടെ പൈസ മെഷീനകത്തേക്ക് ഇട്ടാൽ മതി, കറക്റ്റ് ചേഞ്ച് അടക്കം തിരിച്ചു വരും. इधर कैसा टिकट बस का टिकट ले रहा है वो आप लोगों को बताता हूँ. इसके अंदर बस पैसा ऐसा डालना है और आप कितना टिकट लिया उसका बाकी बराबर कोइन तक वापस आ जाएगा. देखो हमने 5000 येन डाला, अभी टिकट का बाकी निकलेगा. देखो चार टिकट लिया और 3000 वापस निकला. उसके लिए बाकी जो कॉइन भी देखो कितना कॉइन है, वो 10, 15, 50 ऐसी कॉइन है. അത് 5-ന്റെയും 10-ന്റെയും 50-ന്റെ ഒക്കെ കോയിനാണ് കേട്ടോ. ബാക്കി 3000 രൂപ തിരിച്ചു വന്നു. കോയിന് കറക്റ്റ് ഒരു ഹലാല പോലെ അല്ലെങ്കിൽ ഒരു പൈസ പോലും കുറവില്ലാതെ അവർ തിരിച്ചു വന്നു. എത്ര കറക്റ്റായി നോക്കണം. നമ്മുടെയൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെഷീനിൽ ഇത് പൈസ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ബാലൻസ് കോയിനൊന്നും കിട്ടൂല. വലിയ വലിയ നോട്ടുകൾ മാത്രമേ കിട്ടുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാത്തിനും സിസ്റ്റമാറ്റിക് ആണ്. നമ്മൾ നേരിട്ട് പോയി ടിക്കറ്റ് എടുത്താലും മാനുവലി ടിക്കറ്റ് വരുമ്പോഴും അവർ ഈ 5000 ആണ് നമ്മൾ കൊടുത്ത 5000 അവിടെ വെക്കുമ്പോൾ അതിന്റെ ഒരു സെറ്റ് ബാക്കി എത്ര പൈസ എന്ന് പറഞ്ഞാൽ എണ്ണൊന്നും വേണ്ട, അത് കറക്റ്റ് അവരുടെ കയ്യിലേക്ക് കൊടുക്കും. പിന്നെ അതെടുത്ത് നമുക്ക് തരും. टिकट स्कैन ചെയ്ത് അകത്തേക്ക് പോകണം കേട്ടോ. अभी टिकट स्कैन करके हम लोग अंदर आया हुआ है. इधर रेलवे स्टेशन के साथ ही है बस, इसलिए तो रेलवे स्टेशन का बोर्ड भी दिख रहा है आप लोगों को. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റേഷനും. രണ്ടും ഒരേ ഇതടുത്താണ്, ടെർമിനലിൽ തന്നെയാണ്. എന്ത് ബിസിയാണെന്ന് നോക്കിയാൽ. അതുകൊണ്ടാണ് ഇത് സ്കാൻ ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറിയത്. ഇനി എന്തായാലും നേരം ഇരുട്ടി തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. നാളെ രാവിലെ ഞങ്ങൾക്ക് സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റ് ആണ്. രാവിലെ 8 o'clock, ഏർലി മോർണിംഗ് 8 o'clockനാണ് സിംഗപ്പൂരിലേക്ക് ബസ്. എവിടെ നോക്കിയില്ലേ ദൈമാറു കാണുന്നുണ്ട്. ഇധർ ബി ദൈമാറു കാ സ്റ്റോർ ഹെ.
कल सुबह में हमारे को सिंगापुर के लिए फ्लाइट है सुबह 8 बजे, इसलिए तो हम लोग वापस जा रहा हूँ अभी होटल के लिए। और इस वीडियो आप लोगों को अच्छा लगा तो थोड़ा सपोर्ट कर दीजिए, और आप लोग शेयर कर दीजिए, लाइक कर दीजिए।